പിന്നെ നിങ്ങളുടെ പേര് മുസ്തഫ എന്നാണ് അല്ലേ? മുസ്തഫ, കുറച്ച് കാര്യങ്ങൾ എന്താണ് ഇത് ചെയ്യാനും തുടങ്ങാനുള്ളൊരു പിന്നെ അത് ഈ സൈഡ് നന്നാക്കാൻ വൃത്തിയില്ലാതെ ഈ ബീർ കുപ്പി ചില്ല് പൊട്ടിയാൽ അത് വാരി ചാക്കിലായി കയറ്റിക്കൊണ്ടുപോവുക. തിന്നുന്ന ബിരിയാണി പ്ലേറ്റിന്റെ പ്ലാസ്റ്റിക്കിന്റെ പെറുക്കി സ്റ്റോക്ക് ആക്കുക, അത് വിൽക്കുക. അങ്ങനെ ദിവസം ഉപജീവിതം ഞാൻ ഈ രാവിലെ 5 മണിക്ക് വരും. 5 മണിക്ക് വന്ന് മോളിന്ന് 6 മണി വരെ ബസ് സ്റ്റോപ്പ് കിടന്നുറങ്ങി ലക്കിടി അവിടെ കിടന്നുറങ്ങി. അവിടെ നിന്ന് നേരം വെളുത്താൽ താഴത്ത് 9-ാം വളവിൽ നിന്ന് തുടങ്ങി രണ്ടാം വളവ് വരെ ഏകദേശം ഒരു 10 കിലോമീറ്റർ നടന്നു പെറുക്കിയിട്ട് അഥവാ മൊബൈൽ എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ അടിവാരത്ത് പഴയ സ്ഥലത്ത് കൊടുത്തിട്ട് അവിടുന്ന് വിളിച്ചു പറയും, ഇങ്ങനെ ഒരു മൊബൈൽ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ കൊണ്ടു കൊടുക്കും. എന്ത് കിട്ടിയാൽ എനിക്ക് കൊടുക്കും, കിട്ടാത്ത ഞാൻ വിളിച്ചു പറയും. വലിയൊരു ഉപകാരമാണ്. അങ്ങനെ ഉപകാരമാണ്. നമ്മുടെ ഉപജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോവാണ്. ഇതിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് ഞാൻ കഴിഞ്ഞു പോവാണ്. പിന്നെ അത് കൂടുതലായിട്ട് മുസ്തഫയ്ക്ക് ഇപ്പൊ ഈ പ്രകൃതിയോടുള്ള ഒരു താല്പര്യം അതാണ്. ഇങ്ങനെ ഈ കച്ചറയും ഇതൊക്കെ കിടക്കുന്നത് ആരും പെറുക്കാൻ ആരും ഇല്ലല്ലോ, പെറുക്കി മാറ്റുക, അതൊക്കെയാണ് നമ്മളെ മെയിനായിട്ടുള്ളത്. മുസ്തഫന്റെ വീട് എവിടെയാണ്? വീട് 26 താഴെ വെസ്റ്റ് കൈതപ്പോയി മുസ്തഫ. ഇപ്പൊ ഈ ഇത് തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായോ? ഏകദേശം ഒരു വർഷത്തിന്റെ അടുത്തായി. അപ്പം വേറെ ഇതിന് സപ്പോർട്ടീവായിട്ട് പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആരെങ്കിലും വന്ന് കണ്ടിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ ദിവസം പെറുക്കി പോയി. റോഡ് പണിക്കാരെല്ലാരും കാണും, പിന്നെ ടാറിങ് പണിക്കാർ കാണും. നമ്മളെ ഈ അടിവാരത്ത് അറിയപ്പെടുന്ന ഐട്രു എന്നാണ് എന്നെ സ്പെഷ്യലായിട്ട് വിളിക്കുക. ഐട്രു എന്ന് പറഞ്ഞാൽ എല്ലാ കുഴിയിലും ഇറങ്ങുക, എന്തോ ഒരു മടിയില്ലാതെ പെറുക്കിയെടുക്കുക, ഏത് കൊല്ലിലും ഇറങ്ങുക, ഒരു പേടിയില്ലാത്തൊരു ഇതാണ്. പേടിയുണ്ട്, പക്ഷെ ജീവിക്കാൻ വേണ്ടിട്ട് പേടിയില്ലാതെ അങ്ങ് ഇറങ്ങുക തന്നെ. അല്ല, ജീവിക്കുന്ന കൂടുതലായിട്ട് ഇതിനോടുള്ളൊരു പിന്നെ കമ്മിറ്റ്മെന്റ് ആണല്ലോ. ഇതിപ്പോ ആരും ഇങ്ങനെ വെള്ളമൊക്കെ അടിച്ച് എല്ലാരും ഇവിടെ ഇട്ടിട്ട് പോവാന്നുള്ള പാറക്ക് 9-ാം വളന്ന് ഒരു പാറ പറ്റി പിടിച്ച് ഉടുമ്പ് പറ്റി കേറുന്ന ആ ഫോട്ടോ എടുത്ത ഈ കൈതപ്പോരുകാരുണ്ട്, മൊബൈലിൽ പകർത്തിയവര് ഓരോ കയ്യിലുണ്ട്. അത് നമ്മള് എന്ത് വേണമെങ്കിലും അത് ഓരോ സ്ഥലത്ത് ഇറങ്ങേണ്ടി ഇറങ്ങും. മൊബൈലിൽ അടുത്ത കാലത്ത് ഒരാഴ്ചക്കുള്ളിലായിട്ട് മൊബൈൽ അടിവാരത്തിൽ വിളിച്ചു പറഞ്ഞ് പാർട്ടി വന്ന് കൊണ്ടുപോയി. അവർക്ക് സിമ്മ് മാത്രമേ ആവശ്യമുള്ളൂ. മൊബൈൽ വെള്ളം കയറി നാശമായിപ്പോയി. എന്നാലും എന്റെ തീർച്ചയായിട്ടും അത് വലിയൊരു കടമയാണ്. കടമയായിട്ട് വിശ്വസിക്കുന്നു. നല്ലൊരു കാര്യമാണ്. ഒരു മനുഷ്യനും ചെയ്യാത്ത ഒരു കാര്യമാണ് മുസ്തഫ ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച ഒരു ടീം ഞാൻ താഴത്തിറങ്ങിയപ്പോൾ ഇറങ്ങല്ലേ, നിനക്ക് വേണേൽ 50 ഉറുപ്പിക തരാം, നീ ചാവല്ലേ എന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് ഒച്ചിട്ട്. ഞാൻ പറഞ്ഞു, സാറേ ഇത് ഞാൻ സ്ഥിരം ഇറങ്ങുന്നതാണ്, പേടിക്കേണ്ടിയില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ അത്രയും ജീവൻ പണയം വെച്ച് താഴത്ത് ഇറങ്ങുന്നുണ്ട്. ആ കുപ്പി ചില്ല് വറുക്കുന്നുണ്ട്, എല്ലാ സാധനവും. പ്ലാസ്റ്റിക്കൊക്കെ മൂടി തുറന്നിട്ട് പ്ലാസ്റ്റിക് എടുത്തിട്ട് ആ പ്ലാസ്റ്റിക് എടുത്തിട്ട് വേറെ കയറ്റിക്കൊണ്ടുപോകാണ്. ഈ റബ്ബറിന് വേണ്ടിയിട്ട് ചിരട്ടയ്ക്ക് വേണ്ടിയിട്ട് കയറ്റിക്കൊണ്ടു. ഇവിടെ കണ്ടില്ലേ, ഈ താഴെ കിടക്കണ മുഴുവൻ ഇതേമാതിരി പ്ലാസ്റ്റിക് മുഴുവനും മുസ്തഫ പെറുക്കും. ഭയങ്കര ഡേഞ്ചറസ് സ്ഥലമാണത്. തോനെ ചുരുട്ടുണ്ടാവും ഇതില്, അത് കാലോട് തട്ടി നമ്മൾ പോവുക. അതെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീങ്ങി പോകാൻ വേണ്ടിട്ട്. പിന്നെ ഒരു മിനിറ്റ് മുസ്തഫ, അപ്പം കളക്ട് ചെയ്ത ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം. ആ ചാക്കൊന്ന് തുറന്നേക്ക്. ചെരിഞ്ഞിട്ട് രണ്ടാമത് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയും സാധനങ്ങളൊക്കെയാണ് മുസ്തഫ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഒരു ദിവസം കിട്ടിയിട്ടുള്ളതാണ്. ഇത് ജീപ്പിന്റെ ബോണ്ടിന്റെ സൈഡിൽ പകുതിയായിട്ടേ ഉള്ളൂ. ഒരു ചാക്ക്, ഇനി 2 ചാക്ക് എന്തായാലും കളക്ട് ചെയ്യൂ അല്ലേ? ഒരു 2 ചാക്ക് കഷ്ടിച്ചുണ്ടാവും. അത് അടിവാരം എത്തുന്നവരെ 2 ചാക്ക്. ഡെയിലി 10 കിലോമീറ്റർ നടന്ന് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു സേവനമാണ്. ഇതാരും ഈ പിന്നെ
ഗവനിക്കാത്തൊരു കാര്യം. എല്ലാവരും ഈ സാധനം പിന്നെ ബിയറും ഈ പിന്നെ ഭക്ഷണം കഴിച്ചതിന്റെ പ്ലാസ്റ്റിക്കും വേസ്റ്റ് ഒരാൾ സത്യമാണ്. ഓരോ ഈ ടൂറിസ്റ്റ് വന്നാൽ ഐസ്ക്രീം തിന്നുന്നുണ്ടാവും. ഞാൻ ഓരോ കാലിന്റെ അടുത്ത് കൂടെ പോയിട്ട് ഐസ്ക്രീം കപ്പ് വെറുക്കും. പക്ഷെ അതിനൊക്കെ ഒരു ഇതാണ് ഒരു മനപ്രയാസം ഉണ്ടാവും ഞമ്മക്ക്. പക്ഷെ അത് ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് എടുക്കുക തന്നെ. നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണിത്. ഇത് നന്നായി 9ാം വൃത്തിയായി കിടക്കുന്നത് നോക്കിക്കോളൂ. പ്ലാസ്റ്റിക് ഒന്നും ഉണ്ടാവില്ല, എല്ലാം വൃത്തിയായി. പിന്നെ ഐസ്ക്രീംകാർ വന്ന ചോക്കോബാറിന്റെ ഇത് ഓരോ ചാക്കിലാക്കി വെക്കാൻ പറയും. എൻ്റെ മറ്റേ വണ്ടി ഉള്ളപ്പോൾ അതിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് സൈഡിൽ ഇട്ട് കത്തിക്കലാണ് കാലിബറിന്റെ. എന്നിട്ട് ഇത് കൊണ്ടുപോയിട്ട് കംപ്ലീറ്റ് മുസ്തഫ കത്തിച്ച് കളയും. കാലിബർ ബൈക്ക് ആക്സിഡന്റ് ആയിട്ടാ ഒരു MIT എടുക്കണമെന്നുണ്ട്. പക്ഷെ പൈസ അല്ല, അതാണ്. അതിന് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരാം. MIT കിട്ടിയാൽ ഫുള്ള് കണ്ടീഷൻ ആക്കി പോകും. താഴത്ത് വരെ നടക്കേണ്ട ആവശ്യം വരും. രാവിലെ നടക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കച്ചവടത്തിന് വാഴക്കൽ കച്ചവടത്തിന് പോയി വേറെ. എന്നാലും മുസ്തഫ ചെയ്യുന്ന വലിയൊരു കാര്യമാണ് കേട്ടോ. ഞാൻ പിന്നെ പേപ്പറിൽ മുസ്തഫയ്ക്ക് വേണ്ട എന്ത് സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം കേട്ടോ. നമ്പർ വേണ്ട, എല്ലാം ഞാൻ മേടിച്ചോളാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ കുറേ സ്കൂൾ കുട്ടികളായിട്ട് വന്നിട്ട് ഇവിടെ മുഴുവനും പിന്നെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് ഇവിടുന്ന് പ്ലാസ്റ്റിക് ഒക്കെ പെറുക്കി ഇവിടുന്ന് മുകളിന്ന് താഴെ വരെ 12 കിലോമീറ്റർ ഞങ്ങൾ നടന്നിട്ട് മനോരമക്കാര് വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. പക്ഷെ ഓരെന്താണോ ഒരു കൊരങ്ങനെ എന്റെ കാലുമ്മലൂടെ ടയർ കയറി ഞാൻ കാട്ടിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അച്ഛങ്ങായി നിർത്തി ഫോട്ടോ എടുത്ത് എന്നോ പറഞ്ഞ് ഞാൻ സീരിയലുകാരനാണ്, നമ്മള് വിളിച്ചോളാൻ എന്നോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആളെ പോയി. പിന്നെ ഒരു എത്തും പിടിയില്ല. അരുൺ എന്ന് പറയും മനോരമന്റെ. ഞാൻ കേട്ടെ പിന്നെ മുസ്തഫന്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ. നമുക്ക് എന്നാല് അങ്ങോട്ട് പോവാം. ഇനിയിപ്പോ ഒരു 10 മണിയാകുമ്പോഴത്തേക്കും ഈ ഇപ്പത്തെ പണികൾ തീരും ഇന്നത്തെ അല്ലേ? 10 മണിയാവും. എന്നാ ശരി.